അൽഗോരിതം ഫ്ലോ ചാർട്ട് എന്താണെന്നും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അൽഗോരിതം ഫ്ലോ ചാർട്ടും അതിൻ്റെ 3 തരത്തിലുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് അൽഗോരിതം ഫ്ലോ ചാർട്ട് നമുക്ക് 3 കൺട്രോൾ സ്ട്രക്ചേഴ്സിൻ്റെ രീതിയിൽ നമുക്ക് എഴുതാനോ വരയ്ക്കാനോ പറ്റും. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തേത് സീക്വൻസ്. അപ്പം നമ്മൾ ഇത്ര നാളും പഠിച്ചത് നമുക്കറിയാം. നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് എഴുതി അൽഗോരിതം തുടങ്ങുന്നു, സ്റ്റോപ്പിൽ വന്നിട്ട് അത് അവസാനിക്കുന്നു. ഇതിനിടയ്ക്കുള്ള സ്റ്റെപ്പുകളെല്ലാം ഒന്നിന് പിറകെ ഒന്നായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെയായിരുന്നു നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പോന്നിരുന്നത്. അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം സീക്വൻസ് സ്ട്രക്ചറിൽ എന്താണ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് നമ്മൾ എഴുതും. ആ എഴുതുന്ന അതേ ഓർഡറിൽ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക്, ടോപ്പിൽ നിന്ന് താഴെ വരുന്ന ആ സ്റ്റോപ്പിൽ വരുന്ന വരെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ആ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് സീക്വൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ ഉണ്ട്. ബ്രാഞ്ചിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്തെങ്കിലും കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് നോക്കുന്നത്, ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാകും. ആ കണ്ടീഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആയിരിക്കും, അതല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പം ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറയും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് എന്താണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ കണ്ടീഷൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഫോൾസിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനെയാണ് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സെലക്ഷൻ സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ് ദെൻ എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ബ്രാഞ്ച് കൺട്രോളിൽ യൂസ് ചെയ്യുന്നത്. ഇഫ് ദെൻ എൽസ് എന്നൊക്കെ പറയും. അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൂപ്പ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ. ഇതെവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അതായത് ഒരേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ലൂപ്പ് സ്ട്രക്ചർ പറയുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, അൽഗോരിതം ഫ്ലോ ചാർട്ട്. അതിൽ നമുക്ക് 3 തരത്തിലുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് സീക്വൻസ്, രണ്ടാമത്തത് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് പറയും, മൂന്നാമത്തത് ലൂപ്പ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ എന്ന് പറയും. അപ്പോൾ സീക്വൻസ് സ്ട്രക്ചറിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഒന്നിന് പുറകെ ഒന്നായിട്ട് ആ എഴുതിയിരിക്കുന്ന ഓർഡറിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ മുകളിൽ നിന്ന് താഴത്തേക്ക് അതേ ഫ്ലോയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വരുന്നതിനെയാണ് സീക്വൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾസ് എല്ലാം സീക്വൻസ് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആയിരുന്നു. അതേ ഓർഡറിൽ തന്നെയാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് പോയിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബ്രാഞ്ചിങ്ങും ഉണ്ട്, ലൂപ്പും ഉണ്ട്. ബ്രാഞ്ചിങ് നമ്മൾ പറഞ്ഞു, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാകും. ആ കണ്ടീഷൻ്റെ വാല്യൂ ഒന്നുകിൽ ട്രൂ, റിസൾട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ട്രൂ ആണെങ്കിൽ നമ്മൾ ഒരു സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടാകും, അതിൽ വലിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ അൽഗോരിതം എഴുതുവാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് എന്ന് എഴുതി. സ്റ്റെപ്പ് 2 നമുക്കറിയാം, നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ്, ഇൻപുട്ട് പ്രോസസ്സിംഗ് ഔട്ട്പുട്ട് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വേണം അല്ലേ. ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്, ഏത് നമ്പേഴ്സ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2 നമ്പേഴ്സ് റീഡ് ചെയ്തു. ആ നമ്പേഴ്സ് എവിടെയൊക്കെ സ്റ്റോർ ചെയ്തു, num1 num2 എന്ന് പറയുന്ന 2 വേരിയബിളായിട്ട് നമ്മളതിനെ സ്റ്റോർ ചെയ്തു. അപ്പോൾ num1ൽ നമ്മുടെ ഫസ്റ്റ് നമ്പർ ഉണ്ട്, num2ൽ നമ്മുടെ സെക്കൻഡ് നമ്പർ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇവിടെയാണ് കണ്ടീഷൻ വരുന്നത്. കണ്ടോ, num1 ആണോ num2 ആണോ വലുതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, a ഗ്രേറ്റർ ദാൻ b അല്ലെങ്കിൽ num1 ഗ്രേറ്റർ ദാൻ b എന്നുള്ള കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് പറഞ്ഞു. എന്താണ്, ഇഫ് ദെൻ എന്നുള്ള കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ എഴുതുന്ന കണ്ടീഷൻ ഇതാണ്, ഇഫ് num1 ഗ്രേറ്റർ ദാൻ num2, അതായത് num1 എന്നുള്ളത് num2വിനേക്കാളും വലുതാണെങ്കിൽ ദെൻ എന്ത് ചെയ്യണം, പ്രിന്റ് ലാർജസ്റ്റ് ഈസ് num1.
num1 greater than num2 അത് ട്രൂ ആവുകയാണെങ്കിൽ അല്ലെ, if num1 greater than num2 അത് ട്രൂ ആവുകയാണെങ്കിൽ then print largest is num1. അപ്പോൾ num1 എന്നുള്ളതാണ് ലാർജസ്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. else അതല്ല, num1 num2നേക്കാളും വലുതല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു രണ്ട് വാല്യൂസ് ആണുള്ളത്, റിസൾട്ട് എടുക്കുമ്പോൾ രണ്ട് വാല്യൂസ് ആണ് വരുന്നത്, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ട്രൂ ആണ് നമ്മൾ എവിടെ എഴുതുന്നത്, ഈ then എന്നുള്ള കേസിൽ എഴുതുന്നത്. ഫോൾസ് ആണ് നമ്മൾ എവിടെ പറയുന്നത്, else എന്നുള്ള പാർട്ടിൽ നമ്മൾ പറയുന്നത്. അതായത് num1 ഗ്രേറ്റർ ദാൻ num2 എന്നുള്ള കണ്ടീഷനിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്, ഫോൾസ് ആണ്. num1 അല്ല വലുത്, num2 ആണ് വലുത്. അപ്പം നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം, എഴുതണം else എന്ന് എഴുതിയിട്ട് എന്ത് കൊടുക്കണം, രണ്ടാമത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യണം അല്ലേ. num2 ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി പ്രിന്റ് ലാർജസ്റ്റ് ഈസ് num2 then stop. അപ്പോൾ ഇതാണ് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചറിൽ ഒരു കണ്ടീഷൻ ഉണ്ടാകും. ആ കണ്ടീഷനിൽ റിസൾട്ടിന്റെ വാല്യൂ രണ്ട് വാല്യൂസ് ഉണ്ടാകും, ഒന്നുകിൽ ട്രൂ ആകാം അല്ലെങ്കിൽ ഫോൾസ് ആകാം. ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ അടുത്ത സെറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഈ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഒരിക്കലും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും then പാർട്ടിലും else പാർട്ടിലും ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും കൂടി ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്ത് പോകത്തില്ല. ഒന്നുകിൽ ഈ then ആയിരിക്കും, അതല്ലെങ്കിൽ ഈ else എന്നുള്ള പാർട്ടിൽ എഴുതിയിരിക്കുന്നതായിരിക്കും. അത് ആരാണ് തീരുമാനിക്കുന്നത്, ഈ കണ്ടീഷന്റെ വാല്യൂ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും then പാർട്ടാണോ എക്സിക്യൂട്ട്, if പാർട്ടാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, else പാർട്ടാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ എന്താണ്, num1 ഗ്രേറ്റർ ദാൻ num2. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണ്, ഏതാണ് വലിയ നമ്പർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം num1 ഗ്രേറ്റർ ദാൻ num2 അത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം, ലാർജസ്റ്റ് ഈസ് num1. നമുക്ക് തന്നിരിക്കുന്നതിൽ വലിയ നമ്പർ num1 ആണ്, അത് നമ്മൾ പ്രിന്റ് ചെയ്തു. യെസ് അതല്ല, num1 അല്ല വലിയ നമ്പർ എങ്കിൽ പിന്നെ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. num2 ഗ്രേറ്റർ ദാൻ num1 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആദ്യമേ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് num1 ഗ്രേറ്റർ ദാൻ num2 അതല്ല, അല്ലെങ്കിൽ അത് ട്രൂ, അത് ഫോൾസ് ആണ്. num1 അല്ല വലിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, num2 ആണ് വലിയ നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ലാർജസ്റ്റ് ഈസ് num2 എന്ന് പറഞ്ഞ് നമ്മൾ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു കൺട്രോൾ സ്ട്രക്ചറിന് എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ ഒരു സംശയം വരാം, രണ്ട് നമ്പറും ഈക്വൽ ആണെങ്കിൽ, ആ ഒരു കണ്ടീഷൻ ഇവിടെ എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു കണ്ടീഷനും കൂടി നമുക്ക് രണ്ട് നമ്പറും ഈക്വൽ ആണ്, num1 is equal to num2 എന്നുള്ള കണ്ടീഷനും കൂടി ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് രണ്ട് നമ്പേഴ്സിനെ കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കുക. ഫ്ലോ ചാർട്ട് ഈ രീതിയിൽ വരും. അപ്പോൾ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷനിൽ രണ്ട് ബ്രാഞ്ചസ് എന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്, ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്പർ റീഡ് ചെയ്തു, ഇൻപുട്ട് വാല്യൂ ഓഫ് നമ്പർ num2 ഇവിടെ രണ്ട് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടും കൂടി ചേർത്ത് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ റീഡ് num1, num2 എന്ന് എഴുതാം. രണ്ടും ഒരൊറ്റ ബോക്സിൽ തന്നെ എഴുതാം, കുഴപ്പമില്ല. ഇനി അടുത്തത് എന്താണ്, num1 ഗ്രേറ്റർ ദാൻ num2. ഇവിടെയാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസ് പഠിച്ചപ്പോൾ നമ്മൾ കുറേ സിമ്പിൾസ് പഠിച്ചായിരുന്നു അല്ലേ, റെക്ടാങ്കിള്, എലിപ്സ്, ഡയമണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്ട്രക്ചർ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇത് ഡിസിഷൻ ബോക്സ് ആണ് കേട്ടോ. ഡിസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ രീതിയിലുള്ള ഒരു ബോക്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഇഫ് num1 ഗ്രേറ്റർ ദാൻ num2 നമ്മുടെ കണ്ടീഷൻ വേണം ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ഈ ബോക്സിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഈ സിമ്പിളിൻ്റെ അകത്ത് വേണം നമ്മൾ എന്ത് എഴുതാൻ, നമ്മുടെ കണ്ടീഷൻ നമ്മൾ എഴുതാനായിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ടീഷൻ എന്തുണ്ട്, ഒരു ട്രൂ വാല്യൂ ഉണ്ട്, ഒരു ഫോൾസ് വാല്യൂ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ട്രൂ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, ഫോൾസ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് നമ്മളിവിടെ യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്ന് കാണിക്കണം. അപ്പം num1 ഗ്രേറ്റർ ദാൻ num2 ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്തു, പ്രിന്റ് ലാർജസ്റ്റ് ഈസ് num1, ഈ ഡയറക്ഷനിലേക്ക് പോകും. അതല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് പോകും, പ്രിന്റ് ലാർജസ്റ്റ് ഈസ് num2. അപ്പം ഇത് ട്രൂ ആണെങ്കിൽ, num1 ഗ്രേറ്റർ ദാൻ num2 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് പോകും, യെസ് എന്നുള്ള ബ്രാഞ്ചിലേക്ക് പോകും. അത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഫോൾസ് എന്നുള്ളത് ഇവിടെ യെസ് ഓർ നോക്ക് പകരം ട്രൂ ഓർ ഫോൾസ് എന്നും എഴുതാം. ഫോൾസ് എന്നാണെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് പോകും. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കും ഒരുമിച്ച് കൺട്രോൾ പോകത്തില്ല. അപ്പോൾ ഇതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്.
ഏത് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം, ഈ സ്റ്റേറ്റ്മെന്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ഈ കണ്ടീഷന്റെ ബേസിലാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ, ഇത് ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോകും. അന്നേരം ഈ ഭാഗത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ഇത് ഇങ്ങോട്ട് പോകും. എന്നിട്ട് എവിടെ വന്ന് നിൽക്കും? സ്റ്റോപ്പിൽ വന്ന് നിൽക്കും. ഇത് ഫോൾസ് ആണെങ്കിൽ എങ്ങോട്ട് പോകും? ഈ ഡയറക്ഷനിൽ പോകും. ഈ ഡയറക്ഷനിൽ പോയിട്ട് അവിടെ വന്ന് നിൽക്കും, സ്റ്റോപ്പിൽ വന്ന് നിൽക്കും. അപ്പൊ ഇതിനെയാണ് സെലക്ഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ടാകും, കണ്ടീഷനെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഇഫ്, ദെൻ, എൽസ് എന്നൊക്കെ ഉള്ള കീവേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ അടുത്ത സെറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതും ഈ രീതിയിലാണെന്ന് ഓർത്തിരിക്കുക. ആരോ മാർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിന്റെ മുകളിൽ ട്രൂ ആണോ ഫോൾസ് ആണോ, അല്ലെങ്കിൽ ഇതിന്റെ യെസ് ഓർ നോ എന്നുള്ള സിമ്പിൾസും കൂടി എഴുതാനായിട്ട്, ലേബലും കൂടി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് പോകും, ഫോൾസ് ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്നുള്ള പ്രോബ്ലത്തിന്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? സെലക്ഷൻ സ്ട്രക്ചറിന് എക്സാമ്പിൾ.